ഹലോ എവ്രി വൺ, വെൽക്കം ടു EE2 ക്ലാസ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഡിസൈൻ ഓഫ് സർക്കുലർ സീവേഴ്സ് അണ്ടർ ഫുൾ ആൻഡ് പാർഷ്യൽ ഫ്ലോ കണ്ടീഷൻസ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1.3ലെ പാർട്ട് 3 ആണ് ഡിസൈൻ ഓഫ് സർക്കുലർ സ്വീവേഴ്സ് അണ്ടർ ഫുൾ ആൻഡ് പാർഷ്യൽ ഫ്ലോ കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പം സ്വീവറിനെ കുറിച്ച് പഠിച്ചു അല്ലേ. സ്വീവറിൻ്റെ ഡിസൈനിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കൺസിഡറേഷൻസ് അല്ലേ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വീവേഴ്സിൻ്റെ സർക്കുലർ സ്വീവർ മാത്രം, ഡിഫറെൻറ്റ് ഷേപ്പിൽ സ്വീവേഴ്സ് ഉണ്ട്. അതിൽ സർക്കുലർ സ്വീവറിൻ്റെ രണ്ട് കേസാണ് ഫുൾ ആൻഡ് പാർഷ്യൽ ഫ്ലോ കണ്ടീഷൻസ് എന്നുള്ളത്. ഈ രണ്ട് കേസിൻ്റെയും ഡിസൈൻ പഠിക്കണം. ഇതിൽ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. സോ അതിൻ്റെ ഡിസൈനാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് സർക്കുലർ സെക്ഷൻസ് റണ്ണിങ് ഫുൾ. ഇപ്പം അതായത് ഇപ്പം നമ്മളൊരു സീവർ അസ്യൂം ചെയ്യുക. ഇങ്ങനെ ഒരു സർക്കുലർ സീവർ നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡയമീറ്റർ ക്യാപിറ്റൽ D ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ഫുൾ സൈസ് എടുക്കുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതൊരു ഫുൾ സർക്കുലർ, അതായത് ഒരു സർക്കുലർ സീവറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ D ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ രണ്ട് കേസാണുള്ളത്, റണ്ണിങ് ഫുൾ അല്ലെങ്കിൽ പാർഷ്യലി ഫുൾ. അതായത് ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ സീവറിൻ്റെ ഉള്ളിൽ സീവേജ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു കേസ് എന്ന് പറയുന്നത് അതിൽ പാർഷ്യലി, അത് കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്യാതെ ആ ഒരു കംപ്ലീറ്റ് ഡയമീറ്ററിലില്ലാതെ കുറച്ച് താഴെ അല്ലെങ്കിൽ ഹാഫായിട്ടോ 3/4 ആയിട്ടോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ ഉണ്ടാകാം. അപ്പം രണ്ട് കേസാണുള്ളത്. ഒന്നുകിൽ ഇത് റണ്ണിങ് ഫുള്ളായിരിക്കണം അല്ലെങ്കിൽ പാർഷ്യലി ഫുള്ളായിരിക്കണം. ഓക്കെ, അപ്പം ആ രണ്ട് കേസിൻ്റെയും ഡിസൈൻ നമുക്ക് പഠിക്കണം. അപ്പം റണ്ണിങ് ഫുൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും എന്ത് പറയുന്നു, ഈ ഒരു സർക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കുമല്ലോ അതിനുണ്ടാവുക. അതായത് സർക്കിൾ ഷേപ്പിലാണല്ലോ അതിൻ്റെ ഫ്ലോ വരുന്നത്. സോ നമുക്ക് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വേണ്ടത് നോക്കൂ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം ഈ ഒരു ക്രോസ് സെക്ഷൻ, അതായത് സ്വീവറിൻ്റെ ക്രോസ് സെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന ടേംസ് എല്ലാം എന്താണ്, ഈ ഒരു ഫ്ലോയുടെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇത് ഫുള്ളി ഫ്ലോയിങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എല്ലാം എന്താണ് ഈ സർക്കുലർ സീവറിൻ്റെ സെയിം തന്നെ ആയിരിക്കും എന്ന് മാത്രം. സോ ഇപ്പോൾ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഫ്ലോയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, π/4 d² തന്നെയാണ് അല്ലേ. D എന്ന് നോക്കൂ, ക്യാപിറ്റൽ D ആണ് നമ്മൾ എടുത്തിട്ടുള്ള സീവറിൻ്റെ ഡയമീറ്റർ എത്രയാണോ അത്. ഇനി നോക്കൂ, വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ എത്ര ആ ഒരു ലിക്വിഡിൻ്റെ പെരിമീറ്ററാണ്. എത്ര ലിക്വിഡാണോ അതിലുള്ളത് അല്ലെങ്കിൽ ആ ഒരു സീവേജ് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയയും അവിടുത്തെ പെരിമീറ്ററും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റണ്ണിങ് ഫുൾ ആയതുകൊണ്ട് P = π × D. ഇനി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമ്മൾ മുന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ടേം അല്ലേ, A/P. അതായത് ഏരിയയുടെയും പെരിമീറ്ററിൻ്റെയും റേഷ്യോ ആണ് നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ R ആയിട്ട് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പം A/P. അപ്പം നമുക്ക് കിട്ടിയ ഏരിയയും അതുപോലെ പെരിമീറ്ററും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് D/4, പൈ എല്ലാം വെട്ടിപ്പോവും, അങ്ങനെ D/4 കിട്ടും. സോ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് R = D/4 എന്ന് കിട്ടും. ഇനി വെലോസിറ്റി ഓഫ് ഫ്ലോ, ഇങ്ങനത്തെ ഈ ഒരു ഇതിൽ വെലോസിറ്റി ഓഫ് ഫ്ലോ നോക്കൂ, V = 1/n r⁻²/3 √s. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കുക, ഇത് മാനിങ്സ് ഇക്വേഷനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ മാനിങ്സ് ഇക്വേഷനാണ്. സോ നമുക്ക് മാനിങ്സ് ഇക്വേഷൻ തന്നെ അതിൽ ഡിസ്കസ് ചെയ്താൽ മതി. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, റണ്ണിങ് ഫുൾ ആയതുകൊണ്ട് ഇതിലെ എല്ലാ ടേംസും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി പാർഷ്യലി ഫുൾ എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ടേംസുകളൊക്കെ സ്മോൾ ലെറ്ററിലാണ് കാണിക്കുക. കാരണം അപ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ D എന്ന് പറയുന്നതൊക്കെ ആ ഒരു സീവറിൻ്റെ ഡയമീറ്റർ ആയിരിക്കും, അതേസമയം അല്ലെങ്കിൽ സീവറിൻ്റെ ഡെപ്ത് ആയിരിക്കും. അതേസമയം സ്മോൾ d എന്ന് പറയുന്നത് ഫ്ലോയുടെ മാത്രമായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് മനസ്സിലാവും, നോക്കാം. സോ നെക്സ്റ്റ് സർക്കുലർ സെക്ഷൻസ് റണ്ണിങ് പാർഷ്യലി ഫുൾ. അപ്പം ആ ഒരു കേസ് എങ്ങനെയാണെന്ന് നോക്കൂ. ഇപ്പോൾ നമ്മൾ സ്വീവർ എടുത്തു, ഇതൊരു സർക്കുലർ സ്വീവർ ഉണ്ട്. ഇതിൻ്റെ ഡയമീറ്റർ D ആണ്, ക്യാപിറ്റൽ D ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇതിൻ്റെ ഫ്ലോ ഓക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇനി O എന്ന് ഡിനോട്ട് ചെയ്യാം. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ നമുക്ക് O എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്ലോ വരുന്നത് നോക്കൂ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത്
പോലുമില്ല അല്ലേ, അതായത് മൊത്തം ഡയമീറ്ററിൻ്റെ ഹാഫ് ഡെപ്ത് വരെ ഒന്നുമില്ല, അതിനേക്കാളും താഴെ. അപ്പോൾ പാർഷ്യലി ഫുൾ എന്ന് പറയുന്ന കേസ്, ഫുള്ളല്ലാത്ത എല്ലാ കേസും പാർഷ്യലി ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കേസ് നമുക്കിപ്പം കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഹാഫിൻ്റെയും താഴെയുള്ള രീതിയിൽ ഇത്ര മാത്രമേ എന്താണ് ഇതിൽ ഫ്ലോ നടക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യണം, ഇത് ഇങ്ങനെ ഒരു കണ്ട്യൂട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പ് നമ്മൾ ഇമാജിൻ ചെയ്യുക, അതിൻ്റെ വളരെ താഴെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, താഴെ ഡെപ്തിൽ മാത്രം ഇതിൽ ഫ്ലോ നടക്കുന്നുള്ളൂ എന്നുള്ളത് അസ്യൂം ചെയ്യാം. നോക്കൂ, അപ്പം സ്മോൾ ഡി എന്ന് കാണിച്ചിട്ടുള്ളത് എന്താണ്, ഡെപ്ത് ഓഫ് ദ ഫ്ലോ ആണ് അല്ലേ. അപ്പം ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്, സർക്കുലർ സ്യൂവറിൻ്റെ ഡയമീറ്റർ ആണ്. അത് റണ്ണിങ് ഫുൾ ആയ സമയത്ത് രണ്ടും ഈക്വൽ, അപ്പോൾ അവിടുത്തെ ഡെപ്തും ഡയമീറ്ററും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഡിയിൽ ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇനി പാർഷ്യലി ഫുൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സ്യൂവറാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഇനി ഇതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ, വെറ്റഡ് പെരിമീറ്റർ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഇതിലും കണ്ടുപിടിക്കണം. സോ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ളതും അതുപോലെ സർക്കിളിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർമുലാസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിൻ്റെ ഡെറിവേഷൻ സിമ്പിളാണ്, പക്ഷെ അത് ഈ ഒരു സ്ലൈഡിലൂടെ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്കതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മാത്രം മതി. സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഏരിയയുടെ പെരിമീറ്ററൊക്കെ എങ്ങനെ കിട്ടിയെന്ന് കാണിക്കുന്നില്ല. എന്താണ് ഏരിയ എന്നുള്ള ഫോർമുല അല്ലെങ്കിൽ എന്താണ് പെരിമീറ്റർ എന്നുള്ള ഫോർമുല മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ നോക്കാം. സെൻട്രിൽ നിന്നും നമ്മളുടെ ഫ്ലോ നടക്കുന്നുണ്ടല്ലോ, ഫ്ലോൻ്റെ രണ്ട് എൻഡിലേക്ക് സെൻട്രിൽ നിന്നും ലൈന് നമ്മൾ വരക്കുന്നു. ആ സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും, ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നല്ലോ. ആ ബ്ലൂ ലൈനും ഫ്ലോയുടെ മേലത്തെ ലൈനും കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതന്നെ എന്താണ്, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് അല്ലേ, രണ്ട് സൈഡിലേക്കും ഓരോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇനി അത് D/2 ആണ് അതിൻ്റെ ഒരു സൈഡ് വരിക അല്ലേ, കാരണം മൊത്തം ഡയമീറ്റർ D ആണെങ്കിൽ സെൻട്രിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൻസ്, ആ ബ്ലൂ ലൈൻ D/2 ആയിരിക്കും. സോ അങ്ങനെ ഒരു സൈഡ് D/2 ഉള്ള രീതിയിൽ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് ആണ്, എന്താണ്, ആൽഫ. ഓക്കെ, നമ്മൾ ആ ആംഗിളിനെ ആൽഫ എന്ന് എടുത്തു. ഇത് നമുക്ക് ഇതിൻ്റെ ഡെപ്ത് സ്മോൾ ഡി മാറുന്നതിനനുസരിച്ച് ആൽഫയുടെ വാല്യൂം ചേഞ്ച് ആവുമല്ലോ, നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. അപ്പം സ്മോൾ ഡി എന്നുള്ളത് കൂടി വന്ന് ഏകദേശം ഹാഫ് ദി ഡെപ്ത് വരെ എത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ രണ്ട് ബ്ലൂ ലൈനും നമ്മളുടെ സെൻട്രൽ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും അല്ലേ. സോ ഒരു സ്ട്രെയിറ്റ് ലൈനായി നമുക്കപ്പോൾ കിട്ടുക അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആൽഫ നമുക്ക് 180 കിട്ടും. അതേപോലെ ആ ഒരു ഡെപ്തിനനുസരിച്ച് ആൽഫയുടെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പം ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോയുടെ ഏറ്റവും ടോപ്പ് പോർഷൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് ഈ ഒരു സർക്കുലർ സ്യൂവറിൻ്റെ സെൻറ്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്താൽ അപ്പോൾ കിട്ടുന്ന ആംഗിളാണ് നമ്മളുടെ ആൽഫ. ഓക്കെ, ഇനി ഇപ്പോൾ ഇത്രയും ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെയാണ് ഏരിയ, പെരിമീറ്റർ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ആയതുകൊണ്ട് അത് സർക്കിളിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ കൊടുത്തു. പക്ഷേ ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു പോർഷൻ, ഇപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ്റെ ഏരിയ. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഫ്ലോയുടെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടുമല്ലോ. ആ ഒരു സെക്ടർ കംപ്ലീറ്റ് ഇല്ല അല്ലേ, സെക്ടറിൻ്റെ ഒരു പോർഷൻ. ഈ ഒരു പോർഷൻ്റെ ഏരിയ, പെരിമീറ്റർ, അതുപോലെ HMD, ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മളിതിൽ കാണിച്ചിട്ടുള്ള സിമ്പിൾസൊക്കെ എന്തൊക്കെ നോക്കാം. സ്മോൾ ഡി എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് പാർഷ്യൽ ഫ്ലോ ആണ്. ആൽഫ സെൻട്രൽ ആംഗിൾ സബ്റ്റൻഡഡ് ആണ്. സ്മോൾ എ എന്ന് കാണിക്കുന്നത് നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലോ ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പാർഷ്യലി ഫ്ലോ ആയതുകൊണ്ട് എന്താണ് പാർഷ്യലി ഫുൾ എന്നുള്ള കേസിൽ നമ്മൾ എല്ലാ ടേംസും സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം സ്മോൾ എ എന്ന് പറയുമ്പോൾ പാർഷ്യലി ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള ഏരിയ, ഇത് ക്യാപിറ്റൽ എ ആണെങ്കിൽ ഫുള്ളി ഫ്ലോ ചെയ്യുന്ന സമയത്തുള്ള ഏരിയ. ഓക്കെ, അപ്പം സ്മോൾ പി ആണ് വെറ്റഡ് പെരിമീറ്ററിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രോളിക് മീൻ ഡെപ്തിന് നമ്മളിവിടെ സ്മോൾ ലെറ്റർ R ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ദ ഫ്ലോയെ നമ്മൾ സ്മോൾ v ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുല കണ്ടുപിടിക്കണം. എന്തൊക്കെ ഉണ്ടാവും നോക്കൂ. സ്മോൾ ഡി, ഇവിടെ നമുക്ക് സ്മോൾ ഡി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് കിട്ടില്ല അല്ലേ, കാരണം ഡയമീറ്ററുമായിട്ടുള്ള റിലേഷൻ എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഡെപ്ത് എത്ര കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഡെപ്തിന് അതുപോലെ തന്നെ ആ ഒരു സർക്കുലർ പോർഷൻ ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ, വെറ്റഡ് പെരിമീറ്റർ, HMD, വെലോസിറ്റി ഓഫ് ഫ്ലോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇതെല്ലാം എന്തിനാണ് നമുക്ക് കിട്ടുന്നത്, സർക്കിളിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടീസും യൂസ് ചെയ്ത് നമുക്കതെല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം. ഇത് നോക്കാം, D/2 വരും, ഒരു ആംഗിൾ α/2 വരും. ആ രീതിയിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വെച്ച് സൈൻ ആൽഫ, ഒരു സൈഡ് സൈൻ ആൽഫ അങ്ങനെ കിട്ടുന്നത് നമുക്കറിയാം. ഓക്കെ, D/2 സൈൻ ആൽഫ, മറ്റൊരു പോർഷൻ D/2 കോസ് ആൽഫ എന്നൊക്കെ വരുന്ന ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോ പോർഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്നും ബാക്കി എല്ലാം അതിൽ ഒന്നിൽ നിന്നും ഒന്ന് ഇങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ നമ്മൾ അതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടിൽ ചെയ്ത് നോക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് ഫോർമുലാസാണ്. അപ്പോൾ നമ്മളത് എന്തായാലും ബൈ ഹാർട്ട് പഠിക്കേണ്ട കുറച്ച് ഫോർമുലാസാണ്. സോ അതിൻ്റെ ഡെറിവേഷനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ആ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല അറിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എല്ലാം കുറച്ച് സിമിലർ തന്നെയാണ്, എളുപ്പമാണ് പഠിക്കാൻ. ഫസ്റ്റ് നോക്കാം, ഡെപ്ത് സ്മോൾ ഡി എന്ന് പറഞ്ഞത് D/2 മൈനസ് D/2 കോസ് α/2. അതായത് സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ഡിയും നമ്മൾ മാറിപ്പോകരുത്. ക്യാപിറ്റൽ ഡി സ്ട്രീവറിൻ്റെ ഡയമീറ്ററാണ്, സ്മോൾ ഡി ഫ്ലോയുടെ ഡെപ്താണ്. സോ നമുക്കതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, D/2 × 1 മൈനസ് കോസ് α/2 എന്ന് പഠിക്കാം. സോ D = എന്താണ്, ഡെപ്ത് D = ക്യാപിറ്റൽ D/2, അതായത് ഡയമീറ്ററിൻ്റെ ഹാഫ് × 1 മൈനസ് കോസ് α/2. ഓക്കെ, ഇനി പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ടേമാണ്. ഈ ഓരോ ഡെപ്തിൻ്റെയും ഏരിയ, പെരിമീറ്റർ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് എന്നുള്ളൊരു ടേം ഉണ്ട്. അതായത് പാർഷ്യലി ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഡെപ്ത് അതിൻ്റെ റേഷ്യോ ആണ്. എന്തിനെ കൊണ്ടുള്ളതാണ് ഇത്, ഇൻ കേസ് ഇത് ഫുള്ളി ഫ്ലോയിങ് ആയിരുന്നു എങ്കിൽ, കംപ്ലീറ്റ്ലി ഫ്ലോയിങ് ആയിരുന്നു എങ്കിൽ അപ്പോൾ അവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആയിരിക്കുമല്ലോ. സോ ആ ഒരു റേഷ്യോ ആണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എന്നുള്ള ടേം വെച്ച് പറയാം. ഇനിയിപ്പം ഏരിയ പഠിക്കുമ്പോഴും അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ഏരിയ എന്ന് വരും. അതായത് എന്തായിരിക്കും, അതായത് ഇപ്പോഴുള്ള നിലവിലെ കേസ് പാർഷ്യലി ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഏരിയ, അതുപോലെ തന്നെ അത് ഫുള്ളി ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏരിയൻ്റെ റേഷ്യോ. അപ്പം എല്ലാ ടേം ഡെപ്തിനും ഏരിയക്കും പെരിമീറ്ററിനും ഒക്കെ നമ്മൾ ഈ പ്രൊപ്പോർഷനേറ്റ് എന്നുള്ളൊരു പാരാമീറ്ററും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ആവശ്യം വരും, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഉപകാരമുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കാം. സോ പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് എന്ന് പറയുമ്പോൾ D/D അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ലെറ്റർ D / ക്യാപിറ്റൽ D. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഉത്തരം കിട്ടുമല്ലോ, ആ ക്യാപിറ്റൽ D അങ്ങ് പോകുമല്ലേ, ബാക്കി എന്ത് വരും, ഹാഫ് × 1 മൈനസ് കോസ് α/2 അല്ലേ. അപ്പം അത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം, ഒന്നിൽ നിന്ന് ഒന്ന് പഠിക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് വേണ്ടത് സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലോയുടെ ഏരിയ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു സെക്ടർ ഉണ്ടല്ലോ, ആ രണ്ട് ബ്ലൂ ലൈൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെക്ടർ ഉണ്ടല്ലോ, ആ സെക്ടറിൻ്റെ മൊത്തം ഏരിയയിൽ നിന്നും നമ്മുടെ ആ ഒരു ട്രയാങ്കുലർ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫ്ലോയുടെ ഏരിയ കിട്ടും. സോ അത് നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ഫോർമുല വരുന്നത് നോക്കൂ, πd²/4 × α/360 മൈനസ് സൈൻ α/2π. സിമ്പിളാണ്, ജസ്റ്റ് 1-2 പ്രാവശ്യം എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ആവും. അതല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് നോക്കുന്നവർക്ക് ഡിറൈവ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം A = എന്താ നോക്കൂ, πd²/4 × α/360 മൈനസ് സൈൻ α/2π. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പോർഷനേറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഏരിയ ഡിവൈഡഡ് ബൈ കംപ്ലീറ്റ്ലി ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഏരിയ, A/Aയുടെ റേഷ്യോ. അപ്പോൾ ആ റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഏരിയയും ഇപ്പോൾ ഉള്ള ഏരിയയും ജസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ചില ടേംസ് എല്ലാം നമുക്കിതിൽ വെട്ടിപ്പോവും. സോ ബാക്കി വരുന്നത് എന്താ നോക്കൂ, ആ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, α/360 മൈനസ് സൈൻ α/2π. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് വെറ്റഡ് പെരിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ക്യാപിറ്റൽ P എന്ന് പറഞ്ഞ് πD ആയിരുന്നു അല്ലേ, കംപ്ലീറ്റ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ πD ആയിരുന്നു. ഇനി ഈ ഒരു പോർഷൻ്റെ മാത്രം ഏരിയ എന്ന് പറയുമ്പോൾ ആൽഫ ആംഗിൾ മാത്രം ഉണ്ടാവുള്ള എന്ന രീതിയിലാണല്ലോ ആ ഏരിയ പെരിമീറ്റർ വരുന്നത്. സോ അവിടുത്തെ πD × α/360 ആണ്. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ അവിടുത്തെ പെരിമീറ്റർ എത്രയാണ്, α/360 എന്നുള്ള ടേമും കൂടെ ഇൻറ്റു ചെയ്തിട്ട് × πD അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ പ്രൊപ്പോർഷനേറ്റ് പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. പ്രൊപ്പോർഷനേറ്റ് പെരിമീറ്റർ എത്രയാണ്,
പി ബൈ പി അല്ലേ, സ്മോൾ പി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ പി. ഓക്കെ, ഈക്വൽ ടു എന്താണ്, ആൽഫ ബൈ 360. ആ പൈ ഡി എന്നുള്ള ടേം വെട്ടി പോലെ ക്യാപിറ്റൽ പി പൈ ഡി ആയിരുന്നു. സോ നമുക്ക് ബാക്കി വരുന്നത് ആൽഫ ബൈ 360 മാത്രം. ഇനി ഹൈഡ്രോളിക് മീൻ ഡെപ്ത് 6. ഹൈഡ്രോളിക് മീൻ ഡെപ്ത് നമുക്ക് എളുപ്പമാണ് കണ്ടുപിടിക്കുന്നത്, കാരണം ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്, പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പാർഷ്യലി ഫ്ലോയുടെ ആർ എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ ആറാണ്. സോ എന്തായിരിക്കും റേഷ്യോ, സ്മോൾ എ സ്മോൾ പിയുടെ റേഷ്യോ ആണ്. സോ എയുടെയും പിയുടെയും ഫോർമുലാസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ എന്ത് കിട്ടും നോക്കൂ, d/4 × 1 - 360 sin alpha by 2 alpha. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്. ഇനി നമുക്ക് ഈ മീൻ HMDയുടെ പ്രൊപ്പോർഷനേറ്റ് വാല്യൂ, പ്രൊപ്പോർഷനേറ്റ് HMD കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ക്യാപിറ്റൽ ആർ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്മോൾ ആറിൻ്റെയും ക്യാപിറ്റൽ ആറിൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ, കാര്യം ഈ ഒരു ബ്രാക്കറ്റ് ടേം മാത്രമേ വരുള്ളൂ അല്ലേ, കാരണം ക്യാപിറ്റൽ ആർ എന്തായിരുന്നു, d/4 നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആ d/4 ടേം കട്ടായിപ്പോയി, ബാക്കി വരുന്നത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം 1 - 360 sin alpha by 2 alpha. ഇത്രയേ ഉള്ളൂ പ്രൊപ്പോർഷനേറ്റ് HMD. ഓക്കെ, ഇനി വെലോസിറ്റി ഓഫ് ഫ്ലോ നോക്കൂ. വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് നേരത്തെ നമ്മൾ മാനിങ്സ് ഇക്വേഷൻ തന്നെയാണ്, പക്ഷേ ഡിഫറൻസ് എന്താണ്, പാർഷ്യലി ഫ്ലോ വരുന്ന സമയത്ത് എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റർ ആയിരിക്കണം അല്ലേ. സോ സ്മോൾ v = 1/n r⁻²/3 s⁻1/2. ഇതിൽ ആറും എസും എല്ലാം എന്താണ്, സ്മോൾ ലെറ്ററാണ്, പാർഷ്യലി ഫ്ലോയുടെ കേസ് ആയതുകൊണ്ട്. ഇനി അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ v ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ എല്ലാ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എസ് നമ്മൾ സിമിലർ ആയിട്ട് എടുക്കും അല്ലേ, അതുപോലെ തന്നെ, കാരണം സ്ലോപ്പ് അല്ലേ, സ്ലോപ്പ് ഇപ്പം ആ ഒരു ഫുള്ളി ഫ്ലോ ആണെങ്കിലും പാർഷ്യലി ഫ്ലോ ആണെങ്കിലും സ്വീവറിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. സോ എസ് എന്നുള്ള ടേം കട്ടായി പോകും. പിന്നെ വരുന്നത് എൻ, അതും ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, റിവേഴ്സിറ്റി കോഎഫിഷ്യൻറ്റ് എൻ എന്ന് പറയുന്നത്. സോ അതും കട്ടായി പോകും. ബാക്കി വരുന്നത് r⁻²/3 എന്നുള്ള ടേം, ആറിൻ്റെ മാത്രം വാല്യൂ ബാക്കി വരിക അല്ലേ. അപ്പോൾ ആ ആറിൻ്റെ r⁻²/3 എന്നുള്ള രീതിയിലാണ് എന്ത് വരിക, പ്രൊപ്പോർഷനേറ്റ് വെലോസിറ്റി വരിക. അത് 1 - 360 sin alpha by 2 alpha. ഇതാണ് all⁻²/3. ഇതാണ് പ്രൊപ്പോർഷനേറ്റ് വെലോസിറ്റി വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം ഡിസ്ചാർജ്. ഇപ്പം ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ Q = A × V ഒന്നുമില്ല, കാരണം A കണ്ടുപിടിച്ചതാണ് നമ്മൾ, V നമ്മൾ പഠിച്ചു വെച്ചു. അത് രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്കതിൽ ആകെ പഠിക്കേണ്ടത് പ്രൊപ്പോർഷനേറ്റ് ഡിസ്ചാർജ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊപ്പോർഷനേറ്റ് ഡിസ്ചാർജ് കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി, സ്മോൾ q, ഇതാണ് സ്മോൾ q ബൈ ക്യാപിറ്റൽ Q. അപ്പോൾ സ്മോൾ q എന്ന് പറഞ്ഞത് സ്മോൾ a സ്മോൾ v, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ A × ക്യാപിറ്റൽ V. അപ്പോൾ ആ ടേംസ് എല്ലാം നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഉത്തരം alpha by 360 minus sin alpha by 2 into 1 minus 360 sin alpha by 2 alpha whole⁻²/3. സിമ്പിളാണ്, നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ എന്താണെന്ന് അറിയാം, അതിൻ്റെ ബേസിക്, അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്തെങ്കിലും ടിപ്പ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാൻ പറ്റും. ബൈ ഹാർട്ട് പഠിക്കാൻ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് എന്തിനെന്നറിയോ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഫുള്ളി ഫ്ലോ ചെയ്യുന്ന കേസിലും പാർഷ്യലി ഫ്ലോ ചെയ്യുന്ന കേസിലും ഒരുപാട് ഫോർമുല കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. അതായത് അവിടുത്തെ ഏരിയ, രണ്ട് കേസിലുമുള്ള ഏരിയ, രണ്ട് കേസിലുള്ള പെരിമീറ്റർ, അതിൽ തന്നെ പിന്നെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എന്നുള്ള ഒരു പാരാമീറ്റർ പഠിച്ചു. ദെൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, വെലോസിറ്റി ഓഫ് ഫ്ലോ, ഡിസ്ചാർജ്, ഇത്രയും കാര്യങ്ങളുടെ ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക. നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. കാരണം ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചില വാല്യൂസ് തരും. അതായത് ഇപ്പോൾ നമ്മളുടെ ഡെപ്ത് കംപ്ലീറ്റ്ലി ഡയറക്റ്റ് തന്നോളണമെന്നില്ല, ഡെപ്ത് ഓഫ് ഫ്ലോ തരാതെ മേ ബി നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ഡെപ്ത് എത്രയും തരാം, ആ രീതിയിലൊക്കെ. അപ്പം ഏതാണോ വാല്യൂ തരുന്നത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്ത് വന്നിട്ട് വേണം നമുക്കത് ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഡിസൈൻ്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.